നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വട്ടിയൂർക്കാവ് പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബി.ജെ.പി. മുന്നോട്ടു പോകുന്നത്. നേരത്തെ സുരേന്ദ്രൻ തന്നെ വട്ടിയൂർക്കാവിൽ മത്സരത്തിന് എത്തിയേക്കും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകും എന്നത് ഉറപ്പിക്കുമ്പോൾ പിന്നെ ആരാണ് വട്ടിയൂർക്കാവിലേക്ക് എന്ന ചോദ്യമുണ്ട്. അവിടെ നമ്മൾ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പേരായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ്റേത് എന്ന് തന്നെയാണ്. ബി.ജെ.പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാവിനെ കളത്തിൽ ഇറക്കിക്കൊണ്ട് വട്ടിയൂർക്കാവ് പിടിക്കാൻ സാധിക്കുമെന്ന വലിയ ആത്മവിശ്വാസം ആണ് ഇപ്പോൾ പുലർത്തുന്നത്. അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന പേരിലേക്ക് ഇപ്പോൾ എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിഗണനാ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രൻ എന്നതാണ്. നമുക്കറിയാം, കായംകുളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലേക്ക് ശോഭാ സുരേന്ദ്രൻ്റെ പേര് സജീവമായി പരിഗണിക്കുന്ന പശ്ചാത്തലമുണ്ട്. ആ സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ്റെ പേരായിരുന്നു വട്ടിയൂർക്കാവിൽ പ്രധാനമായും ഉയർന്നു വന്നത്. ഇപ്പോഴിതാ ശോഭയെ തന്നെ പരീക്ഷിച്ചാൽ അവിടെ ഒരു വിജയ സാധ്യത എന്ന നിലപാടിലേക്ക് എത്തുന്നു ബി.ജെ.പി. എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുവാനുള്ള നീക്കം അതിശക്തമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് വിവരം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രനാണ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. രഞ്ജിത്ത്, ശോഭയുടെ പേര് പലയിടങ്ങളിലും നമ്മൾ ഉയർന്നു കേട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, ഒരു ക്രൗഡ് പുള്ളർ വനിതാ നേതാവ് എന്ന് തന്നെ ബി.ജെ.പിയിലെ നേതാവ് ശോഭാ സുരേന്ദ്രനെ വിശേഷിപ്പിക്കാം. അതുമാത്രവുമല്ല, എവിടെയൊക്കെ മത്സരിപ്പിച്ചാലും അവിടെയൊക്കെ വോട്ട് കൂട്ടുന്ന ഒരു ചരിത്രം ശോഭയ്ക്കുണ്ട് താനും. അതുകൊണ്ട് തന്നെ വിജയ സാധ്യതയ്ക്ക് കൂടുതൽ പരിഗണന നൽകുമ്പോൾ ശോഭയുടെ പേര് വട്ടിയൂർക്കാവിലേക്ക് എത്തുന്നു എന്നതിൽ അതിശയോക്തിയുണ്ടോ? തീർച്ചയായും ഇല്ല അഭിലാഷ്. കാരണം ശോഭാ സുരേന്ദ്രനും ഏതാണ്ട് അതിനോട് യോജിച്ച് നിൽക്കുന്ന ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലം, അതായത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറിയിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി. അവിടെ ശോഭാ സുരേന്ദ്രനെ പോലെ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു മുഖത്തെ അവതരിപ്പിച്ചാൽ അത് വലിയ തോതിലുള്ള മെച്ചം ബി.ജെ.പിക്ക് സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. 2011 പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്ന സമയം മുതൽ തന്നെ ശോഭ വോട്ട് വർദ്ധിപ്പിച്ച് മുന്നോട്ട് വരുന്ന ഒരു നേതാവാണ്. അന്ന് 14,425 വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ നേടിയ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പിന്നീട് 2014 മുതൽ ഇങ്ങോട്ട് വലിയ തോതിൽ ബി.ജെ.പി. ശോഭ മത്സരിക്കുന്ന പല മണ്ഡലങ്ങളും പിന്നീട് ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ട്. ആ തരത്തിലാണ് പാലക്കാടും, പിന്നീട് നമുക്കറിയാം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴും ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും ഒക്കെ വലിയ തോതിലുള്ള വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രനായി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അന്ന് മുതൽ തന്നെ ശോഭയെ കേരളത്തിലെ എ ക്ലാസ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്നും നിയമസഭയിൽ എത്തിക്കണം എന്നുമുള്ള തീരുമാനം പാർട്ടി എടുത്ത ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അവിടെ ഇന്നിപ്പോൾ വട്ടിയൂർക്കാവ് പോലൊരു മണ്ഡലം, പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ സുരേന്ദ്രന്റെ പേര് വട്ടിയൂർക്കാവിൽ കേട്ടിരുന്നു. അതിനിടയിൽ ശ്രീലേഖ മത്സരിക്കുമെന്ന വാദങ്ങൾ വന്നിരുന്നു. പക്ഷേ ശ്രീലേഖ ഇപ്പോൾ പാർട്ടിക്ക് അനഭിമതയാണ്. പല കാരണങ്ങൾ കൊണ്ടും അവർ പാർട്ടിയോട് അകന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കൃഷ്ണകുമാർ, നടൻ, വട്ടിയൂർക്കാവിൽ തന്റെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പരസ്യമായി ആഗ്രഹം തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ ശോഭയെ പോലെ ഒരു ക്രൗഡ് പുള്ളറെ അവിടെ എത്തിക്കുമ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായ, പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ അവിടെ എത്തിക്കുമ്പോൾ ബി.ജെ.പി. ആ മണ്ഡലം പിടിക്കാം എന്നും കണക്ക് കൂട്ടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സ്വാഭാവികമായും ശോഭയോടെ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിക്കുമ്പോൾ അത്തരം ആഗ്രഹം ശോഭ പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. രഞ്ജിത്ത് തന്നെ ആയിരുന്നല്ലോ ശോഭയോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. നമുക്ക് അന്നേരം ആ സമയത്ത് ശോഭ എന്താണ് രഞ്ജിത്തിനോട് പറഞ്ഞത് എന്നത് കൂടി ഒന്ന് ശ്രദ്ധിക്കാം. എങ്ങനെയാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരരംഗത്തുണ്ടാവും? അല്ല, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകണം എന്ന് കേരള സമൂഹം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിൽ എന്നെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനേക്കാൾ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് സംസ്ഥാന ഘടകത്തെയും ഞാൻ അറിയിച്ചിട്ടുള്ളത്. അഖിലേന്ത്യാ ഘടകത്തോടും ഞാൻ പറഞ്ഞിട്ടുള്ളത്. ദേശീയ തലത്തിൽ 12 പേരിൽ ഒരാളായിട്ട് മഹിളാ സമന്വയ സമിതിയുടെ ചുമതലയും നൽകിയിട്ടുണ്ട്. ആന്ധ്രയുടെയും തെലങ്കാനയുടെയും ചുമതല നോക്കാൻ ഇതിനിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പാർട്ടി നമ്മൾ ഒരു സ്ഥലത്ത് മത്സരിക്കണമെന്ന് പാർട്ടിക്ക് നിർബന്ധമുണ്ടെങ്കിൽ മാത്രമേ മത്സരരംഗത്ത് നിൽക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം എത്രയോ തവണ മത്സരിച്ചു കഴിഞ്ഞതാണ്. അപ്പോ 9 തവണ എത്രയോ തവണ മത്സരിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോഴും പാർട്ടി ഏൽപ്പിച്ചാൽ മത്സരിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ വട്ടിയൂർക്കാവിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തുമ്പോൾ ആ പശ്ചാത്തലം നമ്മൾ വളരെ പെട്ടെന്നൊന്ന് പരിശോധിക്കാം. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം നോക്കുമ്പോഴാണ് എന്തുകൊണ്ട് ശോഭ മത്സരിച്ചാൽ വിജയസാധ്യത. അവിടെ വി.കെ. പ്രശാന്ത്, ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള വി.കെ. പ്രശാന്ത് വിജയിച്ചത് 61,111 വോട്ടുകൾക്കായിരുന്നു. രണ്ടാം സ്ഥാനത്തെത്തിയത് വി രാജേഷാണ്. 39,596 വോട്ടുകൾ നേടുമ്പോൾ വീണ എസ് നായർ, UDFിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന വീണയ്ക്ക് ലഭിച്ചത് 30,455 വോട്ടുകൾ. അതായത്
അവിടെ BJP രണ്ടാം സ്ഥാനത്ത് എത്തുമ്പോൾ അവിടുത്തെ ലീഡ് നില പ്രത്യേകം പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കുക. 21,515 വോട്ടുകളുടെ ഭൂരിപക്ഷം ആയിരുന്നു വട്ടിയൂർക്കാവിൽ പ്രശാന്ത് നേടിയത്. എന്നാൽ പിന്നീട് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിന്റെ ചിത്രം ഒന്നാകെ മാറുന്നു. നേമത്തും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്ത് NDA ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയാണ് 20,000-ന് മുകളിൽ ഉണ്ടായിരുന്ന LDFന്റെ ലീഡ് ഇപ്പോൾ NDAയുടെ ലീഡായി മാറുന്നു. 2,497. NDAക്ക് ലഭിച്ചത് 32,000 വോട്ട്, അതേസമയം UDFന് ലഭിച്ചത് 32,000 വോട്ട്, LDFന് ലഭിച്ചത് 35,000. ഇങ്ങനെയാണ് രാഷ്ട്രീയ സാഹചര്യം എന്നതാണ്. അതുകൊണ്ടാണ് വട്ടിയൂർക്കാവ് ഒരു പ്രധാനപ്പെട്ട മണ്ഡലമായി BJP കണക്കിലാക്കുന്നത്. അവിടെ ഒരു കരുത്തരായ സ്ഥാനാർത്ഥി എത്തിയാൽ വിജയിക്കാം എന്ന സാഹചര്യമാണല്ലോ കൃത്യമായി നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. നമുക്കറിയാം അവിടെ 22 വാർഡുകളിൽ 11 BJPക്കൊപ്പം നിൽക്കുന്ന ഒരു അസാധാരണമായ സാഹചര്യം ഉണ്ടായിരുന്നു. LDF 4ലേക്ക് ചുരുങ്ങുന്ന ഒരു പശ്ചാത്തലം കൂടി വട്ടിയൂർക്കാവിൽ സൃഷ്ടിക്കപ്പെട്ടു. അതുമാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനേക്കാൾ 8,000-ലധികം വോട്ടുകൾ, അത് ശ്രദ്ധിക്കണം അഭിലാഷ്, 8,000-ലധികം വോട്ടുകൾ നേടിയ ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ് എന്നുള്ളതാണ് BJPയിലെ സ്ഥാനാർത്ഥി മോഹികളെ കൊതിപ്പിക്കുന്നത്. സ്വാഭാവികമായും അവിടെ ഒരു നമ്പർ 1 സ്ഥാനാർത്ഥിയായ, പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പരിചയമുള്ള, ക്രൗഡ് പുള്ളറായ, ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രനെ പരീക്ഷിച്ചാൽ അത് BJPക്ക് നല്ലൊരു ചോയ്സ് ആകുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. രണ്ട് മുന്നണികളെയും പോലെ BJPക്കും ജീവൻ മരണ പോരാട്ടമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ്. കുറഞ്ഞത് 5 സീറ്റുകളിലെങ്കിലും വിജയിക്കണം, നിയമസഭയിലേക്ക് MLA-മാരെ വിടണം എന്ന ആഗ്രഹം ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് വട്ടിയൂർക്കാവും നേമവും മഞ്ചേശ്വരവും കോന്നിയും ഒക്കെ BJPയുടെ ക്ലാസ് മണ്ഡലങ്ങളായി മാറുന്ന പശ്ചാത്തലമുണ്ട്. അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകും. കഴക്കൂട്ടമടക്കമുള്ള മണ്ഡലങ്ങളിൽ V മുരളീധരൻ ഇതിനകം തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ പ്രചരണം ആരംഭിച്ച ഒരു പ്രതീതി സൃഷ്ടിച്ച പശ്ചാത്തലമുണ്ട്. ശോഭയോട് വട്ടിയൂർക്കാവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉണ്ട്, ഡൽഹിയിലാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് സംസാരിക്കുമ്പോഴൊക്കെ. അതനുസരിച്ച് ഒരുപക്ഷെ അത്തരം നിർദ്ദേശങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സജീവമാവുകയും ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. നമ്മൾ ശോഭയോട് അൺഒഫീഷ്യലായി സംസാരിക്കുമ്പോൾ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ അവർ മനസ്സാ തയ്യാറായി കഴിഞ്ഞു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടിയുണ്ട്. സ്വാഭാവികമായും പലവിധ കാര്യങ്ങൾ കൊണ്ടും വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രൻ എത്തിയാൽ അത് ഗുണം ചെയ്യുമെന്ന കണക്കൂട്ടൽ തന്നെയാണ് അഭിലാഷ് പാർട്ടി. എന്തായാലും ഉപതെരഞ്ഞെടുപ്പിലൂടെ വട്ടിയൂർക്കാവിൽ കളം പിടിച്ച ആളാണ് പ്രശാന്ത്. ഇപ്പോഴിതാ വിവാദങ്ങളിൽ കൂടി നിറഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് MLA-യുടെ ഓഫീസ് മാറ്റണമെന്ന് ശ്രീലേഖ ആവശ്യപ്പെട്ട ഒരു പശ്ചാത്തലം. അതിനുശേഷം ആ ഓഫീസ് മാറ്റുന്നു. അങ്ങനെ വട്ടിയൂർക്കാവും തിരുവനന്തപുരവും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പോലും ഇവിടെ രഞ്ജിത്ത് പറയുന്ന കണക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20,000-ലധികം ഭൂരിപക്ഷം നേടിയ ഒരു മണ്ഡലത്തിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ അവിടെ NDA 8,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെയും NDA ലീഡ് ചെയ്യുന്നു. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും അനുകൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുള്ള മണ്ഡലങ്ങളിൽ ഒന്നായി വട്ടിയൂർക്കാവിനെ BJP വിലയിരുത്തുകയാണ്. തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങൾ ആണ്. അവിടെ നേമത്ത് സ്ഥാനാർത്ഥിത്വം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് രാജീവ് ചന്ദ്രശേഖർ. അതിനുശേഷം ഏറ്റവും വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലം എന്നത് വട്ടിയൂർക്കാവാണ്. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ 2 തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേരിയ വോട്ട് വ്യത്യാസത്തിൽ ആണ് സുരേന്ദ്രന് സീറ്റ് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഇത്തവണ സുരേന്ദ്രനെ ഒരിക്കൽ കൂടി കളത്തിലേക്ക് ഇറക്കുന്നു. അവിടെ ഉയർന്നു കേട്ടിരുന്ന മറ്റൊരു പേര് അശ്വിനിയുടേതാണ്. അശ്വിനി കാസർഗോഡ് മത്സരിക്കും എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിക്കുന്ന പോലെ ഈ കൃഷ്ണകുമാറിൻ്റെ പേര് ഉൾപ്പെടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാളെ തന്നെ ആയിരിക്കും വട്ടിയൂർക്കാവിൽ കളത്തിലിറക്കുക എന്നല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അവിടെ കൃഷ്ണകുമാറിനെ തള്ളിക്കളയുകയല്ല എങ്കിൽ പോലും പ്രധാനമായും നേരത്തെ മനസ്സിലാക്കിയിരുന്നത് R. ശ്രീലേഖ, വട്ടിയൂർക്കാവിൽ ജയിച്ച കൗൺസിലറായ R. ശ്രീലേഖയുടെ പേര് വട്ടിയൂർക്കാവ് നിയമസഭാ